ഞാനാണ് ഹരിബാബ, പാവപ്പെട്ട ഹരിബാബ. എനിക്ക് രാജാവും ഞാൻ, മന്ത്രികളാരും ഇല്ലെനിക്ക്, പട്ടിണിയാണെനിക്കെന്നും എങ്കിലും സന്തോഷിക്കും ഞാൻ. കാടാണെന്റെ സമ്പത്ത്, കാട്ടിൽ വാഴുവോരെന്നതുകൾ, വിറകുകൾ വരുത്തും ഞാനിവിടെ, കഴുകട്ടുമതും വീടുവരെ. ആദ്യം ഒന്നിനെ വാങ്ങി ഞാൻ, പിന്നീടത് നിർത്തുന്ന വാങ്ങി, വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ കഴുകളായി മൂന്നെണ്ണം. മനസ്സ് തുറന്ന് സ്നേഹിക്കും, മൃഗങ്ങളോട് ദയകാട്ടും, കോപിക്കില്ല ആരോടും, ക്ഷമയാണ് എന്റെ സമ്പാദ്യം. ഞാനാണ് ഹരിബാബ, പാവപ്പെട്ട ഹരിബാബ. എന്താ മക്കളെ, എന്താ പ്രശ്നം? എന്ത് പറ്റി ഇവർക്കെന്ന്? കൊള്ളക്കാരായിരിക്കും. എല്ലാവരും ഒരുമിച്ച് പാടൂ. ധാരാളം ഞങ്ങൾ ആവോളം പാവങ്ങൾക്ക് ആദരവ്, കാട്ടുജനങ്ങൾ അധികളവ്. കൊള്ളക്കാർ മോചനങ്ങളെ ചെയ്യുന്ന ബാബിലോണിൻ കൊള്ളക്കാർ. തുറക്കൂ സീസേം. അല്ല 38, 39, 40. പിന്നെ ഒരാൾ കൂടിയുണ്ട്. അടയ്ക്കൂ സീസേം. ഏതായാലും ഞാൻ കോൾ അടിച്ചെന്ന് തോന്നുന്നു. ഈ കൊള്ളക്കാരുടെ രഹസ്യ ഗുഹ ഞാൻ കണ്ടുപിടിച്ചതിൽ അറിഞ്ഞിട്ടേയില്ല. അടയ്ക്കൂ സീസേം. ഇവരുടെ പോക്ക് കണ്ടാ തോന്നും ഇപ്പോഴൊന്നും തിരിച്ചു വരില്ല എന്ന്. അവ നീ വന്നില്ലേ? ഞാൻ അങ്ങോട്ട് പോകുന്ന ആരെങ്കിലും കണ്ട ആപത്താ. ഏതായാലും അടുത്ത് എന്ന് നോക്കാം.
ഒച്ച ഉണ്ടാക്കരുതെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? ആ കൊള്ളക്കാരൻ ഇവിടെ നിന്നുകൊണ്ടാണല്ലോ എന്തൊക്കെയോ പറഞ്ഞത്. ഈ ഗുഹയുടെ വാതിൽ എങ്ങനെയാവാൻ തുറന്നത്? ഈ ഗുഹയുടെ അകത്ത് എന്തായിരിക്കുമെന്ന് കണ്ടുപിടിച്ചാൽ കൊള്ളാമായിരുന്നു എനിക്ക്. സീസേം തുറക്ക്, സീസേം വേഗം തുറക്ക്, തുറക്ക് സീസേം, തുറക്ക് സീസേം. ഞാൻ എന്താണ് ഈ കാണുന്നത്? അകത്താരെങ്കിലും ഉണ്ടാകുമോ? ഏതായാലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുക തന്നെ. ഇന്നെന്റെ ഭാഗ്യം തെളിഞ്ഞ ദിവസമാണ്. ഇതെല്ലാം പെറുക്കി കഴുതപ്പുറത്ത് കെട്ടിവെച്ച് വീട്ടിൽ കൊണ്ടുപോയി വലിയ പണക്കാരനാവാം. അത്ഭുതം തന്നെ. ഇതിൽ മുഴുവൻ റോസാപ്പൂവിന്റെ ഇതളുകളാണ്. ഇതെന്താ? വാളല്ലേ? ഇതെന്തോ ഏതോ രാജാവിന്റെ കിരീടമാണ്. ഇതെനിക്ക് ഒട്ടും യോജിക്കില്ല. അത് കളഞ്ഞേക്കാം. ആഹാ, ഇവയെല്ലാം മുത്തും പവിഴവും വൈരവുമാണ്. ഇവയെല്ലാം ഞാനിവിടെ നിന്ന് കൊണ്ടുപോകും. അടയ്ക്കൂ സീസേം. ഇതെല്ലാം വേഗം എടുത്തു വയ്ക്ക്. ഏതായാലും പണമുണ്ടാക്കാൻ ഞാനൊരു എളുപ്പ വഴി കണ്ടുപിടിച്ചു. നിങ്ങൾ ബുദ്ധിമാനാന്ന് എനിക്കറിയാം. പാവം എന്നും നിങ്ങൾ നടന്ന് നടന്ന് കാലൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ടാവും. ഞാൻ കാല് നന്നായി ഒഴിഞ്ഞു തരാം. വെറുതെ പണം എണ്ണിക്കൊണ്ട് നിൽക്കാതെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം എവിടെയെങ്കിലും ഭദ്രമായി ഒളിച്ചു വെക്കാൻ നോക്ക്. മാർജിയാന, നീ വേഗം ചെന്ന് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. വല്ലാതെ വിശക്കുന്നു. അടയ്ക്ക് സീസേം. തുറക്കു സീസേം. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഒരു സ്വർണ്ണ നാണയം? ഇതെവിടുന്ന് കിട്ടി? അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നോ? മറയ്ക്കാൻ ശ്രമിക്കണ്ട, സത്യം പറ. അത് ഞാൻ പറയാം. ഞാൻ മോഷ്ടിച്ചതല്ല. നമ്മൾ സ്വന്തക്കാരല്ലേ. ഗുഹയിൽ നിന്ന് കിട്ടിയ സ്വർണത്തിന്റെ പകുതി തരാനായിട്ടാണ് ഞാൻ വന്നത്. ഗുഹയിൽ നിന്ന് കിട്ടിയോ? ആ ഗുഹയ്ക്കകത്ത് നീ എങ്ങനെയാണ് കയറിയതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഒരു മന്ത്രവാക്ക് അവൻ പറഞ്ഞു തന്നല്ലോ. എന്താണത്? തുറക്കൂ സീസേ. സംഗതി ഏതായാലും കൊള്ളാം. ഹരിബാബ ഒരു മടയനാ. ഞാൻ ഏതായാലും ഈ സന്ദർഭം ശരിക്കും പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. അതിനല്ലേ ഞാൻ ഇത്രയേറെ കഴുതുകളെയും കൊണ്ട് വന്നിരിക്കുന്നത്. അവൻ വെറും 3 കഴുതുകളെയാ കൊണ്ടുവന്നത് വീട്ടിൽ. അപ്പോഴേക്കും ഞാനത് മറന്നല്ലോ. വേഗം ഈ കഥ ഒന്ന് തുറക്കാനാ പറഞ്ഞത്. എന്റെ ആജ്ഞ അനുസരിക്ക്. തുറക്ക്, തുറക്ക് സീസേ. അടയ്ക്കു സീസേ. വേഗം കതക് തുറക്കൂ. ബാർലി തുറക്കൂ. ബീൻസ് തുറക്കൂ. തുറക്കൂ. അയ്യോ, മറന്നുപോയല്ലോ. തുറക്കൂ സീസേ. ആരാണ് നീ? ആസിം ഒരു ദുരാഗ്രഹിയാണ്. പറഞ്ഞത് കേൾക്കാതെ അവൻ പോയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പേടിയാവുന്നു മാർജിയാന.
നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെയും വിധി അനുസരിച്ച് എല്ലാം നടക്കൂ. നേരം ഇരുട്ടി തുടങ്ങി. നമുക്ക് വേഗം വീട്ടിലേക്ക് മടങ്ങാം. ശരിയാ, നമുക്ക് എന്ത് ചെയ്യാനാവും? വീട്ടിൽ ചെന്ന് അവന് വേണ്ടി കാത്തിരിക്കാം. എല്ലാം വിധിപ്രകാരം നടക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ഗുഹയ്ക്കകത്തിരുന്ന് നോക്കിയാൽ എന്താ? നിങ്ങൾക്ക് ആ മന്ത്രവാക്ക് ഓർമ്മയുണ്ടല്ലോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തുറക്ക് സീതേ. മറിയന, പതുക്കെ പതുക്കെ. എന്തൊരു ഭംഗിയാണ് ഇതിനൊക്കെ. എന്താണിത്? എന്തൊരു വാസനയാണിതിന്. ഇത് നോക്കട്ടെ. ഇത് അതിനേക്കാൾ നന്ന്. ഇതെങ്ങനെ ഉണ്ടാവോ എന്തോ. ഇതിന് അതിനേക്കാൾ സുഗന്ധമാണല്ലോ. അലിബാബ, അലിബാബ, നിങ്ങൾക്ക് എന്തു പറ്റി? കാസിമിന്റെ തലയിലേത്? വിഷമിക്കണ്ട അലിബാബ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എഴുന്നേൽക്ക്, വേഗമാവട്ടെ. എഴുന്നേൽക്ക് അലിബാബ, എഴുന്നേൽക്ക്. എന്റെ സഹോദരൻ 6 തുണ്ടുകളായി ഈ ചാക്കിനകത്തുണ്ട്. അവനെ നമുക്ക് ചടങ്ങനുസരിച്ച് അടക്കം ചെയ്യണമെങ്കിൽ തുണ്ടുകൾ യോജിപ്പിക്കണം. എന്നെ വിശ്വസിക്ക്, ഞാനത് ചെയ്തു തരാം. നിങ്ങൾ ആരും വിഷമിക്കാതിരിക്കേ. ബാബ, എനിക്കൊരു അത്യാവശ്യ ജോലിയുണ്ട്. ഞാനൊരു മുഖ്യ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മകളെ. പക്ഷെ നിന്നോട് മറുത്തു പറയാനും വയ്യ. ഞാൻ നിങ്ങൾക്ക് മുൻകൂറായി ഒരു സ്വർണ്ണ നാണയം തരാം. ദയവായി എന്റെ കൂടെ വന്നാലും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മകളെ? പറയാം. ഒരു രാജാവിന് എന്തോ രഹസ്യമായി തയ്ച്ചു കൊടുക്കാനുണ്ടത്രേ. ആരും അത് അറിയാൻ പാടില്ല. നിന്നെ പോലൊരു സുന്ദരിയുടെ കൈപിടിക്കാനായല്ലോ. നമ്മുടെ രഹസ്യമാരോ കണ്ടുപിടിച്ചിരിക്കുന്നു. അതാരായാലും ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവരെവിടെയായിരുന്നാലും ഉടനെ കണ്ടുപിടിക്കണം. തിരിച്ചു പോയി നോക്കിയാലോ? കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ചതെല്ലാം ഒരുത്ത കൊണ്ടുപോയല്ലോ. പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ എന്നറിയില്ലല്ലോ. അവരെ സഹായിച്ചവനായിരിക്കും നമ്മൾ തലവെട്ടിയ മനുഷ്യൻ. എല്ലാവരും ശ്രദ്ധിക്കൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനൊരു പോംവഴി നാം ഉടനെ കണ്ടുപിടിച്ച് തന്നെ ആകണം. നാളെ നാം വേഷം മാറി ഗ്രാമത്തിലെ ഓരോ തെരുവിലും ചെന്ന് തലത്തുണ്ടാക്കി ആ മനുഷ്യന്റെ വീട് കണ്ടുപിടിക്കണം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പറയുക. ആരാണ് പോകേണ്ടെന്ന് നോക്കാം. നിങ്ങളാണോ ഇവിടത്തെ പ്രസിദ്ധനായ ചെരുപ്പ് കുത്തി? എന്റെ മോളെ, എന്റെ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെ ബിരുദ് കാട്ടുമെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാനാവില്ല. ഞാൻ 6 തുണ്ടാക്കിയ ഒരു മനുഷ്യനെ തുന്നിച്ചേർത്തവനാണ്. മനുഷ്യനെ തുന്നിച്ചേർത്തോ? മനുഷ്യനെ ആരെങ്കിലും വേണമെന്ന് 6 തുണ്ടാക്കി വീണ്ടും അത് തുന്നിച്ചേർക്കാൻ നിങ്ങളോട് പറയോ? ഞാൻ ഈ കള്ളം ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. നടന്നത് ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ വിശ്വസിക്ക്, എന്റെ സമയം കളയാതെ. നിങ്ങൾ ആർക്ക് വേണ്ടിയാ മനുഷ്യന്റെ തുണ്ടുകൾ തുന്നിച്ചേർത്തെന്ന് പറഞ്ഞാൽ ഇനിയും ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ഞാൻ തരുന്നതാണ്. അവർ കണ്ണു കെട്ടിയാണ് എന്നെ കൊണ്ടുപോയത്. ശരി, ഞാൻ ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. എനിക്കറിയാം, ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ വീട് കണ്ടുപിടിക്കാൻ സാധിക്കും. ചെരുപ്പ് തുന്നുന്നതിനേക്കാൾ ലാഭം ഇതാണ്. എന്റെ കണ്ണു കെട്ടണം. കഴുതച്ചാണകത്തിന്റെ മണം വരുന്നു. ഇത് തന്നെയാണ് ആ വീട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. വളരെ നന്ദിയുണ്ട്. ഈ സഹായം ഞാൻ മറക്കില്ല. ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങളെ പോലുള്ളവരെ സഹായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്താണ് ഈ കഥകൾ ഗുണനച്ചിഹ്നം വരച്ചിരിക്കുന്നത്? ഇതിലെന്തോ പന്തുകാരുണ്ട്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. എല്ലാ കഥകളിലും ഇതേപോലെ ഗുണനച്ചിഹ്നം വരച്ചിടാം. നിന്നെ ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്നതിന് യാതൊരു പ്രയോജനവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ആര് പോകും? ഈ ചെറിയ കാര്യം സാധിച്ചിട്ട് വരാൻ നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലെന്നാണോ? എങ്കിൽ ആരും തനിച്ചു പോകേണ്ട. നമുക്ക് ഒരുമിച്ച് പോകാം.
Hasta tanto el confesor, les diables papillons qui ne craignent jamais personne. Dirige-nous sur la terre, nous répandons le malheur, après nous pousse la misère. On nous craint plus que la guerre. ഞാനൊരു എണ്ണ വ്യാപാരിയാണ്. വളരെ അകലെയെന്ന് എണ്ണ വിൽക്കാൻ വന്നതാ. വല്ലാത്ത ക്ഷീണമുണ്ട്. എങ്കിലും അകത്തേക്ക് വരൂ, അല്പം വിശ്രമിക്കാം. പക്ഷേ ഞാൻ കഴുതപ്പുറത്ത് 40 വീപ്പ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. അതും അകത്തേക്ക് എടുക്കാൻ അനുവദിച്ചാൽ വളരെ നന്നായിരിക്കും. അതിനെന്താ, കൊണ്ടുവരൂ. ഓ, വളരെ നന്ദിയുണ്ട്. മാർജിയാന, ചപ്പാത്തി ഉണ്ടാക്കാൻ ഇവിടെ എണ്ണയൊന്നും ബാക്കിയില്ലല്ലോ. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. എണ്ണ വ്യാപാരി 40 വീപ്പ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിന്ന് എടുക്കാം. നീ മിടിക്കുക. വീപ്പയിൽ ആളുകളോ? ഇതിലെന്തോ അപകടം പതിയിരിപ്പുണ്ട്. വന്നിരിക്കുന്ന ആൾ എണ്ണ വ്യാപാരിയല്ല, അയാൾ കൊള്ളക്കാരൻ മുസ്തഫയാണെന്നാ തോന്നുന്നത്. നമ്മളോട് പ്രതികാരം ചെയ്യാനാണ് അയാൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ കോഴിക്കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്തോ. മാർജിയാന ഒരു നല്ല പാചകക്കാരിയാണ്. ഇവിടെ കുറച്ചു ദിവസം മുമ്പ് കഥയിൽ ഗുണനച്ചിഹ്നം ഇട്ടേച്ചൊരു കള്ളം പോയി. പക്ഷെ മാർജിയാന എല്ലാ കഥകളിലും ഗുണനച്ചിഹ്നം വരച്ചു. അപ്പൊ എനിക്ക് വീട് തെറ്റിയിട്ടില്ല. മടിക്കാതെ കഴിച്ചോളൂ. ഭക്ഷണം കഴിക്കുമ്പോ നൃത്തവും കാണാം. നന്നായിരിക്കുന്നു അല്ലേ? മാർജിയാന, വരൂ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി മുസ്തഫ. നിങ്ങളിപ്പോൾ കഴിച്ചത് എന്താണെന്ന് അറിയാമോ? ഇത് കോഴിയല്ല, നിങ്ങളുടെ കൂടെ വന്നവരുടെ മാംസമാണ്. കൂടെ വന്നവരുടെ മാംസമോ? അതെ. മാർജിയാന, നിനക്കിതെല്ലാം എങ്ങനെ മനസ്സിലായി? ഇയാള് കൊണ്ടുവന്ന ഭരണികളെല്ലാം ഞാൻ തുറന്നു നോക്കി. അപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്, ഇയാൾ മുസ്തഫയാണെന്ന്. നിന്നോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല മാർജിയാന. അലിബാബ
പാടും ഞങ്ങൾ, എന്നെന്നും പാടും ഞങ്ങൾ.